ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസുദർശൻ സ്വാമിനീതി നാമിനേ. ആചാര്യപാദതീർത്ഥായ കേരളദേശോദ്ധാരിണേ മദൻ ഗോപാലദാസായ പരം ലക്ഷ്യപ്രദായിനേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനീതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് ക്ലാസ് തുടങ്ങാം. രാജേഷ് ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാമോ? സൗണ്ട് ഉണ്ടല്ലോ അല്ലെ? സൗണ്ട് കേൾക്കാമോ? കേൾക്കാം. വീഡിയോയും ഓക്കെ അല്ലേ? വീഡിയോ ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ഇപ്പം മാതാജി പറഞ്ഞ പോലെ നമ്മളിപ്പം ഇന്ന് മുതൽ പുതിയ രീതിയിലാണ് നമ്മളിപ്പം ഈ ക്ലാസ്സിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും, കൂടുതൽ ഡിസ്കഷനും ചർച്ചകളും അങ്ങനെ ആയിരിക്കും. ഇപ്പം ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതിന് പകരം എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോരോ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ അതിനെക്കുറിച്ച് ഡിസ്കഷൻ, ഓരോരുത്തരുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്. അപ്പം അങ്ങനെ ആയിരിക്കും നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഗുരുകുലം ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവരും മാതാജി നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മാതാജി വീണ്ടും പറഞ്ഞു നമ്മളെല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം ആ ഡിസ്കഷൻ. കാരണം ഡിസ്കഷനിലൂടെ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും മാതാജി ആണെങ്കിലും ഞങ്ങളെല്ലാവരും തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവന്റെ സത്സംഗത്തിൽ നിന്ന്, ഗുരുദേവനിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നോളജാണ്, ആ അറിവാണ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യും തോറും നമുക്ക് എല്ലാവരും പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒരു ടീച്ചർ എങ്ങനെയാണ് ഒരു നല്ലൊരു ടീച്ചർ ആകുന്നത്? കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഗുഡ് സ്റ്റുഡൻസ് മേ ഗുഡ് ടീച്ചേഴ്സ് എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പം ശരിക്കും കുട്ടികൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, കുട്ടികൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൽ ഇൻവോൾവ് ആകുമ്പോഴാണ് ശരിക്കും ഒരു ടീച്ചറിന്റെ ആ ഒരു സ്കിൽ, അല്ലെങ്കിൽ ആ നോളേജ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ നോളേജ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്കഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവായിട്ട് എല്ലാവരും ഈ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അത് ആ ചോദ്യം ചോദിക്കുന്ന ആൾക്കും, അതേപോലെ ആ ആൻസർ പറയുന്ന ആൾക്കും, അല്ലെങ്കിൽ ആ ഡിസ്കഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇപ്പം ഒരു ഡിസ്കഷൻ, പിന്നെ ഈ വീഡിയോ റെക്കോർഡഡ് ആണ്, അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യണം അതിൽ. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മളിനി മുന്നോട്ട് പോകാൻ. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാവർക്കും ക്ലിയർ ആയോ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളത്? അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും റെഡി ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഞാൻ എടുത്ത ക്ലാസ്, ഇത് ആത്മാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു, കുറച്ച് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ 2-3 ആഴ്ചകളായി. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമുക്കത് ഒന്നുകൂടി ഒന്നെടുത്ത് ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു, പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞു,
ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അടുത്ത ആ ടോപ്പിക്കിൽ കൂടുതൽ നമ്മൾ ഡീപ്പായിട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ എന്ത് മനസ്സിലായി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് മനസ്സിലായത്? അപ്പൊ കുറച്ച് പേര് അതിനെക്കുറിച്ച് പറയുക, അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ അതൊന്ന് ബ്രീഫായിട്ട് പറയുക. അതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക്, അതിന്റെ അടുത്ത ആ ഒരു സ്റ്റേജിലേക്ക്, ആ ടോപ്പിക്കിന്റെ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. ഹരേ കൃഷ്ണ. ഓരോരുത്തരായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമ്മള് ആത്മാവിനെ പഠിച്ചു. അതിന്റെ ഫുൾ ഫോമുകളാണ് പറയാൻ ശ്രമിക്കുന്നത്. ആത്മ, ATMA. അതില് A എന്ന് പറയുമ്പോൾ ഓൾവേസ് എക്സിസ്റ്റിംഗ്, എപ്പോഴും നിലനിൽക്കുന്നതാണ്. പിന്നെ T എന്ന് പറയുമ്പോൾ ദാറ്റ് വിച്ച് കനോട്ട് ബി ഡിസ്ട്രോയിഡ്, ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്തത്. M എന്ന് വെച്ചാൽ മീൻ ഒറിജിനൽ, അതായത് യഥാർത്ഥ ഞാൻ. A എന്ന് പറഞ്ഞാൽ ഓൾവേസ് സെർച്ചിങ് ഫോർ ഹാപ്പിനെസ്, അത് എപ്പോഴും സന്തോഷത്തിനായി തിരയും. പിന്നെ ഭൗതിക ലോകവും ആത്മീയ ലോകവും എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ആത്മാവും പരമാത്മാവും. അതായത് നമ്മുടെ ആത്മാവ് ഭൗതിക ലോകവും പരമാത്മാവ് ആത്മീയ ലോകവും, അതായത് ഭഗവാന്റെ ലോകം. യഥാർത്ഥത്തിൽ പരമാത്മാവ് ഭഗവാന്റെ വെറും ഒരു അംശം മാത്രമാണ്. ഹരേ കൃഷ്ണ മാതാജി. പേര് വിളിക്കാതെ തന്നെ ഓരോരുത്തർ പറഞ്ഞോളൂ. കൃഷ്ണ. ആത്മാവിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു. ATMA ഫുൾ ഫോം. അത് കഴിഞ്ഞിട്ട് A ഓൾവേസ് എക്സിസ്റ്റിംഗ്, ഒരിക്കലും ജനനമില്ലാത്തതും മരണമില്ലാത്തതുമായ ഞാൻ ഭഗവാന്റെ തന്നെ അംശമായ, എന്നാൽ ഭഗവാനുമായി അകന്നു നിൽക്കുന്ന, ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു ആളാണ് ആത്മാവ്. പിന്നെ T, that which cannot be destroyed, ജനനമില്ലാത്തത് കൊണ്ട് തന്നെ മരണമില്ല. M, മീ ഒറിജിനൽ, ഞാൻ ശരീരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ്. ഈ ആത്മാവ് ഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ് നമ്മളെ ബാധിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോളായ ഗോലോകത്തിൽ നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ആത്മാവിനെ കുറിച്ച് പഠിക്കുന്നത് ഞാൻ എന്താണെന്ന് അറിഞ്ഞാലാണ് ഞാൻ എവിടെ എത്തണമെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. സോ നമ്മുടെ അൾട്ടിമേറ്റ് ഗോളിൽ എത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാത്താണ് ആത്മാവിനെ കുറിച്ചുള്ള അറിവ്. ഹരേ കൃഷ്ണ. അഭിനവ് പറയാമോ മോനെ? കൃഷ്ണ. അഭിനവ് അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആത്മയെന്ന് വെച്ചാൽ വീഡിയോ വേണമെങ്കിൽ ഓൺ ചെയ്യാം കേട്ടോ. വീഡിയോ ഓൺ ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഓൺ ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഓഡിയോ. ഓൾവേസ് എക്സിസ്റ്റിംഗ്. T എന്നാൽ ദാറ്റ് കനോട്ട് ബി ഡിസ്ട്രോയിഡ്. M എന്നാൽ മീ ഒറിജിനൽ. A എന്നാൽ ആൾവേസ് സെർച്ചിങ് ഫോർ ഹാപ്പിനെസ്. ആൾവേസ് എക്സിസ്റ്റിംഗ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആത്മാവ് നിലനിൽക്കും. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് മരണം സംഭവിക്കുന്നത്. നമുക്ക് പ്രായമായാലും ആത്മാവിന് പ്രായമാവുകയില്ല. അടുത്ത ആരാ പറയുന്നേ? രുദ്ര. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. മോള് പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. നമ്മുടെ ഉള്ളിലെ ബോധം തന്നെയാണ് ആത്മാവെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ശരീരം പ്രവർത്തിക്കേണ്ടത് ആത്മാവ്, അതായത് ബോധം, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അങ്ങനെ രീതിയിലാണ് പോവേണ്ടത്. പക്ഷെ നമുക്ക് ആ ഒരു ഓർഡറിലല്ല നമ്മുടെ ജീവിതം പോകുന്നത്. നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നത്
അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. ഈ ആത്മാവ് കൺട്രോൾ ചെയ്യേണ്ട സമയത്തൊക്കെ മനസ്സാണ് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം മനസ്സിനെ കൺട്രോൾ ചെയ്താൽ ആത്മാവിന് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മളൊക്കെ വരുന്നത് പരമാത്മാവിൽ നിന്നാണ്. നമ്മള് ആത്മാക്കൾക്ക് കുറച്ച് സവിശേഷതകള്, സിമിലാരിറ്റീസും ഡിഫറൻസും ഉണ്ട്. നമ്മുടെ എല്ലാം സൈസ് ഒന്നാണ്. ഒരു ആനയുടെ ആണെങ്കിലും ഉറുമ്പിന്റെ ആണെങ്കിലും ശരീരത്തെ ആത്മാവിന്റെ സൈസ് സെയിം ആണ്. പക്ഷെ അതിന്റെ ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ വന്നത് ഭഗവാനിൽ നിന്നാണ്, തിരിച്ചും അങ്ങോട്ട് തന്നെ പോകണം. അപ്പൊ അങ്ങോട്ട് തന്നെ ഭഗവാന്റെ അടുത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ആത്മാക്കൾ ഇപ്പം ഭഗവാന്റെ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം. എങ്കിൽ മാത്രമേ ഭഗവാൻ നിന്ന് വന്ന ആത്മാവിന് തിരിച്ച് അങ്ങോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ആത്മാക്കളിലൂടെ വന്നത് ഒരു ശിക്ഷയുടെ ഫലമായിട്ടാണ്, ഒരു ജയിലായി കണ്ട് ജീവിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് പല ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ നേരിടേണ്ടി വരും. ഹരേകൃഷ്ണ. ഇനി ആരെങ്കിലും പറയുന്നോ? എങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ രാജേഷ് പ്രഭു കണ്ടിന്യൂ ചെയ്യും. ഹരേ കൃഷ്ണ. ആരെങ്കിലും പറയുന്നുണ്ടോ ഇനി? ഹരേ കൃഷ്ണ. പോയിന്റ് പറയട്ടെ. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ മതി. ഒരു ആത്മാവിന്റെ സൈസ് ഒരു മുടിയുടെ സ്ട്രാൻഡിനെ മൈക്രോസ്കോപ്പി വെച്ചിട്ട് 15,000 ടൈംസ് സ്മോളർ ആക്കി നോക്കുന്നതാണ് ആത്മാവിന്റെ സൈസ് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ചെറുതാണ്. നമ്മളുടെ ഹ്യൂമൻ ഐസ് വെച്ച് അത് കാണാൻ പറ്റത്തില്ല ആത്മാവിനെ നമുക്ക്. ഹരേ കൃഷ്ണ. ഗുരുജി ഒരു പോയിന്റ് പറഞ്ഞു ഗുരുജി. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത കണ്ടിന്യൂ ചെയ്യാം. ആരെങ്കിലും പറയുന്നുണ്ടോ? പറയൂ. ഹരേ കൃഷ്ണ. എന്താ പറയാ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം ആത്മാവ് സ്ട്രോങ് ആവും. ഓൾവേസ് സെർച്ചിങ് ഫോർ ഹാപ്പിനെസ് എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതിൽ പറയുകയാണെങ്കിൽ ആത്മാവിന് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ്. പിന്നെ അന്ന് പ്രഭു ക്ലാസ് എടുത്ത സമയത്ത് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണോ ഒരു മഴത്തുള്ളി കാർമേഘത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അത് മലിനമാവുന്നത്, അതുപോലെയാണ് ഭഗവാനിൽ നിന്ന് വരുന്നതാണ്, ഭഗവാന്റെ അംശമാണ് ആത്മാവെങ്കിലും ഈ ഭൗതിക ലോകത്ത് എത്തുമ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മുടെ ആത്മാവിന്റെ ആ ഒരു പവറ് പലതരത്തിലുള്ള ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് അത് മറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ ആത്മാവിന്റെ ശക്തി തിരിച്ചറിയാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ആത്മാവാണ് നമ്മൾ എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ. പറയൂ. ഹരേ കൃഷ്ണ. ആത്മാവെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ശരീരമല്ല, ആത്മാവാണ്. നമ്മള് സാധാരണ നമ്മൾ ആരാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മളുടെ പേര്, നമ്മളുടെ നാട്, നമ്മളൊരു മനുഷ്യരാണ്, ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു മലയാളി, തമിഴൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊന്നുമല്ല, നമ്മള് ആത്മാവാണ്. ആത്മാവെന്ന് പറയുന്നത് പരമാത്മാവിന്റെ അംശമാണ്, ഭഗവാന്റെ അംശമാണ് നമ്മൾ എല്ലാവരും. അപ്പോ ആത്മാവ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മളുടെ കർത്തവ്യവും ഭഗവാന്റെ സേവനമാണ്. ആത്മാവ് ആത്മീയ ലോകത്ത് നിന്ന് വരുന്നു, ഭഗവാന്റെ ലോകത്ത് നിന്ന് വരുന്നു. അപ്പോൾ നമ്മളുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനമാണ്. ഭഗവാന്റെ സേവനം ചെയ്യുമ്പോഴാണ് ആത്മാവിന് യഥാർത്ഥത്തിൽ സന്തോഷം ലഭിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും ഉണ്ടോ?
ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും നമുക്ക് ഇത് കുറച്ചുകൂടി നമുക്ക് ഒന്നുകൂടി ഒന്നെല്ലാം ഒന്ന് പറഞ്ഞ് നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ശരീരമല്ല. അപ്പൊ നമ്മൾ കരുതുന്നത് നമ്മൾ ഒന്നുകിൽ നമ്മൾ ഈ ശരീരമാണെന്ന് കരുതുന്നു, എന്നിട്ട് ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ശരീരമെല്ലാം നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും പിന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സാന്ന് ചിന്തിക്കുന്നു അല്ലേ? അപ്പം ഒന്നുകിൽ ശരീരമാണ് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മനസ്സാന്ന് ചിന്തിക്കുന്നു. ഈ രണ്ട് ചിന്തകളാണ് നമുക്കുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ശരീരവുമല്ല മനസ്സുമല്ല വേറൊന്നുമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ്. അപ്പൊ അതാണ് ഒരു അബ്സല്യൂട്ട് ട്രൂത്ത്, അതാണ് ഒരു പരമസത്യം എന്ന് പറയുന്ന കാര്യം. അപ്പൊ ആ ആത്മാവ് എന്ന് പറയുന്നത് ആത്മീയമാണ്, അതായത് സ്പിരിച്വൽ ആണ്. അത് ആ സ്പിരിച്വൽ വേൾഡിൽ നിന്നും വന്നാണ്, ആത്മീയ ലോകത്തിൽ നിന്നും വരുന്നത്. അപ്പൊ ആത്മീയ ലോകം എന്ന് പറയുന്നതാണ് ഭഗവാന്റെ ലോകം. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരി, മുഴുവൻ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്, നിയന്താവ്, എല്ലാം സൃഷ്ടിക്കുന്നത്, എല്ലാം നിലനിർത്തുന്നത്, അതേപോലെ എല്ലാം സൃഷ്ടി അവസാനിക്കുമ്പോൾ എല്ലാം സംഹരിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാന്റെ ആ ലോകമാണ് ആത്മീയ ലോകം. ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലോകമാണ് ആ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത്, ഏറ്റവും പരമോന്നതമായിട്ടുള്ള ലോകം. ആത്മീയ ലോകങ്ങളുണ്ട്, ആ ആത്മീയ ലോകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പരമോന്നതമായിട്ടുള്ള ലോകമാണ് ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ധാമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ ആയിരുന്നു, നമ്മളെല്ലാം ആത്മാക്കളാണ്, നമ്മളെല്ലാവരും അവിടെ ആയിരുന്നു. അവിടെ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആത്മാവ്, നമ്മളെല്ലാം പരമാത്മാവിന്റെ അംശമാണ്. അപ്പൊ ഭഗവാൻ ആ പരമാത്മാവ് രൂപത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്, കുടികൊള്ളുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ആത്മീയ ലോകത്തിൽ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ കർത്തവ്യം, ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഭഗവാന്റെ സേവനം ചെയ്യുക. അപ്പൊ അംശം ആ പൂർണ്ണത്തിന്റെ സേവനം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഭഗവാൻ സമ്പൂർണനാണ്, ഭഗവാൻ പൂർണ്ണനാണ്, നമ്മളെല്ലാം അപൂർണരാണ്, നമ്മൾ കംപ്ലീറ്റ് അല്ല. പക്ഷെ നമ്മൾ ഭഗവാനിൽ നിന്ന് വന്നതായതുകൊണ്ട് നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്കുണ്ടാവും, ഭഗവാന്റെ ക്വാളിറ്റീസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും ആത്മാവായ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുക. നമ്മൾ എവിടെ നിന്നാണോ വന്നത്, ഭഗവാനിൽ നിന്ന് വന്നു, അപ്പൊ ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്? അപ്പൊ ആ ഒരു ആത്മീയ ലോകത്തിൽ, ആത്മാവ് ആത്മീയ ലോകത്തിൽ ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലോകത്തിലേക്ക് വന്നത്? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഭൗതിക ലോകം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്? എങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നത്? കാരണം അങ്ങനെ നമ്മൾ ആത്മീയ ലോകത്തിരുന്ന് ആത്മാവ് ഭഗവാന്റെ സേവനം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ഇല്ലാത്ത ഒരു ലോകം വേണമെന്ന് ആഗ്രഹിച്ചു, അങ്ങനെ ഒരു ആസ്വാദനം വേണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും ആ ആസ്വാദകൻ, എൻജോയർ, സുപ്രീം എൻജോയർ എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പൊ നമ്മളെല്ലാവരും ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട് ഭഗവാനെ സംപ്രീതനാക്കുക എന്നുള്ളതാണ് ആത്മാവിന്റെ കർത്തവ്യം. പക്ഷെ അത് ചെയ്യാതെ നമുക്ക് ആത്മാവ് ഭഗവാൻ ഇല്ലാത്തൊരു ലോകം വേണമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആസ്വാദനം, അങ്ങനെ ഒരു എൻജോയ്മെന്റ് വേണമെന്ന് ആത്മാവ് ആഗ്രഹിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ആത്മാവിന് ഈ ഒരു ഭൗതിക ലോകത്തേക്ക് വരേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മളെല്ലാവരും ഈ ഭൗതിക ലോകത്തിൽ വന്നത്. ഇനി ഭൗതിക ലോകത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നതും ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. ഭഗവാൻ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഭഗവാൻ സൃഷ്ടിച്ചതാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. പക്ഷെ അത് ഭഗവാനിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു ലോകമാണ്. ഭഗവാന്റെ ലോകം ആത്മീയ ലോകമാണ്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്നും അകന്നു നിൽക്കുന്നത്. പക്ഷെ ഭൗതിക ലോകത്തിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഭഗവാൻ. അപ്പൊ നമ്മൾ ഈ ആത്മാവ് ഈ ഭൗതിക ലോകത്ത് വന്നപ്പോൾ നമുക്ക് ആ ആത്മാവിന് ഒരു ഭൗതിക ശരീരം ലഭിച്ചു. അപ്പൊ ആ ഭൗതിക ലോകത്ത്, ഭൗതിക ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഭൗതിക പ്രകൃതിയായിട്ട്, ആ ഒരു ഭൗതിക ലോകവുമായിട്ട് ഒരു കോണ്ടാക്ട് വന്നു, ഒരു ബന്ധമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആത്മാവ് ശരിക്കും പരമാത്മാവിൽ നിന്ന് വന്നതാണെന്നുള്ള ആ ഒരു സത്യം ആത്മാവ് മറന്നുപോകും.
നമ്മൾ ഭഗവാനിൽ നിന്ന് വന്നതാണ്, ഭഗവാന്റെ സേവനം ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം എന്നുള്ള കാര്യം ആത്മാവ് മറന്നത്. കാരണം ഈ ഒരു ഭൗതിക പ്രകൃതിയോടുള്ള ആ ഒരു കണക്ഷൻ കാരണം, അതുമായിട്ടുള്ള ഒരു സമ്പർക്കം മൂലം, ഒരു കോണ്ടാക്ട് മൂലം ആ ഒരു സത്യം മറന്നു പോവുകയാണ്. അപ്പൊ ഭഗവാനെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യാതെ കൂടുതലും ഈ ആത്മാവ് ഈ ശരീരമാണ്, ഞാൻ ഈ ശരീരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ആത്മാവിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ആത്മാവിന് ഈ ഭൗതിക ലോകത്ത് പല പ്രശ്നങ്ങളും പല കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ഈ ലോകത്തേക്ക് ആത്മാവ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഭൗതിക പ്രകൃതിയായിട്ടുള്ള ആ ഒരു കണക്ഷൻ കാരണം ആത്മാവിന് ആ ഒരു ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടു. ആ ബന്ധത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി, അതായത് റിവൈവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. ഭഗവാന്റെ അതെങ്ങനെ ചെയ്യാൻ നമുക്ക്? ഭഗവാന്റെ ഏറ്റവും പ്രധാനമാണ് ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അപ്പൊ അതിലൂടെ നമ്മൾ വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തെ നമ്മൾ റിവൈവ് ചെയ്യാൻ, അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുവാണ് നാമജപത്തിലൂടെ ഭഗവാന്റെ സേവനം. ഓക്കെ, ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. പിന്നെ നമ്മൾ ഇതേപോലെ ആത്മാവ് നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് 2 തരത്തിലുള്ള ശരീരങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയാണ് 2 തരത്തിലുള്ള ശരീരം? ഹരേ കൃഷ്ണ. സൂക്ഷ്മ ശരീരം, ഹരേ കൃഷ്ണ. ഓഡിയോ ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ കേട്ടോ ആൻസേഴ്സ്. ഹരേ കൃഷ്ണ. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. നമുക്ക് എന്താണ് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്? സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓഡിയോ ക്ലിയർ ആവുന്നില്ല. ആരെങ്കിലും പറയുന്നുണ്ടോ ഓഡിയോ ക്ലിയർ അല്ല? നമ്മൾ കാണുന്ന കൃഷ്ണ നമ്മൾ കാണുന്നതാണ് എന്താണ്? ക്ലിയർ അല്ലായിരുന്നു. അതൊന്ന് പറഞ്ഞാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്ഥൂല ശരീരം കാണുന്നത്, സൂക്ഷ്മ ശരീരം എന്ന് കാണാൻ പറ്റാത്ത. ഹരേ കൃഷ്ണ. അതാണ് നമ്മൾ പറഞ്ഞു സ്ഥൂല ശരീരം, നമ്മൾ ഈ കാണുന്ന ശരീരം അല്ലെ, നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഈ ശരീരം, അതായത് നമ്മുടെ കൈ, കാല് അല്ലെ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഈ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന ആ ശരീരം, അതാണ് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. അത് ആത്മീയമാണോ? നമ്മുടെ ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് ആത്മീയമാണോ? അല്ല. അല്ല. പിന്നെ സൂക്ഷ്മ ശരീരം എന്താണ്? എന്താണ് സൂക്ഷ്മ ശരീരം? നമ്മുടെ ഈ ശരീരം ആത്മീയമാണോ? അല്ല. ഈ ശരീരം പിന്നെന്താണ്? സ്ഥൂല ശരീരവും രണ്ടും ഭൗതികമാണ് അല്ലെ? നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് രണ്ടും ഭൗതികമാണ്. നമ്മുടെ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഭൗതികമാണ്.
അപ്പം നമ്മൾ കാണുന്ന ഈ ശരീരം, നമുക്ക് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഈ ശരീരം, അതാണ് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. ഇനി സൂക്ഷ്മ ശരീരം നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്ത എന്താണ്? ഇപ്പൊ നമുക്കൊരു മനസ്സുണ്ട്, പക്ഷെ ആ മനസ്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് ബുദ്ധിയുണ്ട്, അല്ലേ? ആ ബുദ്ധി നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ നമുക്കൊരു മിഥ്യ അഹങ്കാരമുണ്ട്. എന്താണ് മിഥ്യ അഹങ്കാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ശരീരമാണ് എന്ന് ചിന്തിക്കുന്നത്, അതായത് നമ്മൾ ആത്മാവല്ല മറ്റെന്തോ ആണ് എന്ന് ചിന്തിക്കുന്നതിനെയാണ് മിഥ്യ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പൊ ഞാനാണെന്ന് ചിന്തിക്കുന്നത്, അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആത്മാവാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അതും അഹങ്കാരമാണ്. കാരണം ഞാൻ യഥാർത്ഥത്തിലുള്ള ആത്മാവാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ എന്താണ് മിഥ്യ അഹങ്കാരം? തെറ്റായിട്ടുള്ള അഹങ്കാരം. അതായത് ഞാൻ ഈ ആത്മാവല്ല മറ്റെന്തോ ആണെന്ന് ചിന്തിക്കുന്നത്, അതിനെയാണ് മിഥ്യ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ആത്മാവല്ല ശരീരമാണെന്ന് ചിന്തിച്ചാലും മനസ്സാണെന്ന് ചിന്തിച്ചാലും അത് ശരിക്കും മിഥ്യ അഹങ്കാരം. അപ്പൊ യഥാർത്ഥത്തിൽ ആത്മാവായിട്ടുള്ള ഞാൻ ആത്മാവല്ലാതെ വേറെ എന്തോ ആണെന്ന് ചിന്തിക്കുന്നതിനെയാണ് മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഈ 3 കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലെ? അതാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ഇനി ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. വളരെ ചെറുതാണ്, വളരെ സൂക്ഷ്മമാണ്, അല്ലെ? നമ്മൾ അതിനെക്കുറിച്ച് അതിന്റെ വലിപ്പം എത്രയെന്ന്, അതായത് നമ്മുടെ ഈ ഒരു മുടിയുടെ ഒരു തുമ്പിനെ നമ്മൾ 10,000 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗമാണ് നമ്മുടെ ആത്മാവിന്റെ ആ ഒരു സൈസ്, അതിന്റെ ആത്മാവിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. മൈക്രോസ്കോപ്പ് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയില്ല, സൂക്ഷ്മ ശരീരത്തിന് നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് കാണാൻ പറ്റുന്നത് സ്ഥൂല ശരീരം മാത്രം, അല്ലേ? അപ്പം നമുക്ക് ആത്മാവുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, സ്ഥൂല ശരീരമുണ്ട്. അപ്പൊ ഈ ആത്മാവ്, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു ആത്മാവിന് മരണമില്ല എന്ന് പറഞ്ഞു. ആത്മാവിന് ജന്മമരണങ്ങൾ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് വിച്ച് കനോട്ട് ബി ഡിസ്ട്രോയിഡ്, ഓൾവേസ് എക്സിസ്റ്റിംഗ് ആണ്, അല്ലേ? അപ്പൊ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. ആ വ്യക്തിയുടെ അതെ, ആത്മാവിന് ഭൗതിക ശരീരം നശിക്കുന്നു, അല്ലെ? ശരീരത്തിനാണ്, ആ ഭൗതിക ശരീരത്തിനാണ് യഥാർത്ഥത്തിൽ മരണം സംഭവിക്കുന്നത്, അല്ലേ? അപ്പൊ അത് ഏതാണ്? അത് സൂക്ഷ്മ ശരീരമാണോ സ്ഥൂല ശരീരമാണോ? ഏതിനാണ് ആ ഒരു നാശം സംഭവിക്കുന്നത്? സ്ഥൂല ശരീരത്തിന്. ഹരേ കൃഷ്ണ. സ്ഥൂല ശരീരത്തിന്, അല്ലെ? നമ്മൾ ഈ കാണുന്ന ഈ ശരീരത്തിന്, അതിനാണ് നാശം സംഭവിക്കുന്നത്, അതാണ് നശിക്കുന്നത്. അപ്പൊ സൂക്ഷ്മ ശരീരത്തിന് എന്താ സംഭവിക്കുന്നത്? സൂക്ഷ്മ ശരീരത്തിന് നാശമുണ്ടോ? അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിന് എന്താണ്, അല്ലെങ്കിൽ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്? ഹരേ കൃഷ്ണ. പ്രഭുജി ഇല്ലല്ലോ. അപ്പം ഒരാൾ മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സ്ഥൂല ശരീരം നശിക്കുന്നു, എന്നിട്ട് ആത്മാവ് ആ ഒരു സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിക്കും. അതായത് മനസ്സും ബുദ്ധിയും വിദ്യാഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു സൂക്ഷ്മ ശരീരം, അത് ആ ഒരു ശരീരത്തിലൂടെ ആത്മാവ് സഞ്ചരിക്കും, വേറൊരു ശരീരം കിട്ടുന്നവരെ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ പല പല ജന്മങ്ങൾ എടുത്തിട്ടാണ് നമ്മളിവിടെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ പല പല ജന്മങ്ങളിലൂടെ കടന്നു പോകും.
പല പല ജന്മങ്ങൾ എടുക്കും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞ ആത്മാവ് നശിക്കുന്നില്ല, ശരീരം നശിക്കുന്നു. അപ്പൊ നമ്മൾ പല ജന്മങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹരേ കൃഷ്ണ. നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തില് നമുക്ക് ഓരോ ജന്മം. ആ അപ്പൊ ജന്മം എന്ന് പറയുന്നതിനുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു ആത്മാവിന് ജനന മരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു, ശരീരത്തിന് നാശമുണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോരോ ജന്മം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആക്ച്വൽ നടക്കുന്ന ആ ഒരു പ്രോസസ് എന്താണ്? എന്ത് പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്? ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? ആത്മാവ് ഒരു ശരീരത്തിലേക്ക് പോകുന്നു. സൂക്ഷ്മ ശരീരത്തിലാണ്. ആത്മാവ് അപ്പൊ ഒരു ശരീരം നശിച്ചു കഴിയുമ്പോൾ ആത്മാവ് ആ സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നു, മറ്റൊരു ശരീരം കിട്ടുന്നത് വരെ, മറ്റൊരു സ്ഥൂല ശരീരം കിട്ടുന്നവരെ ആ ആത്മാവ് സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്നു, സൂക്ഷ്മ ശരീരത്തിലുമായി സഞ്ചരിക്കും. അതിന് വേറൊരു സ്ഥൂല ശരീരം കിട്ടും. അപ്പൊ നമ്മൾ പല ജന്മങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥൂല ശരീരം മാറിക്കൊണ്ടിരിക്കണം. ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ മനസ്സും ബുദ്ധിയും മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത് അത് എപ്പോഴും ഉണ്ട്, അതും ഈ ആത്മാവിന്റെ കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ മനസ്സ് എപ്പോഴും ഉണ്ട്, ബുദ്ധി എപ്പോഴും ഉണ്ട്, ആ മിഥ്യാഹങ്കാരം എപ്പോഴും ഉണ്ട്. നശിക്കുന്നത് നമ്മുടെ ഈ സ്ഥൂല ശരീരം, നമ്മൾ ഈ കാണുന്ന ഈ ശരീരം മാത്രമാണ് നശിക്കുന്നത്. അപ്പോൾ ഒരു ശരീരം നശിക്കുമ്പോൾ ആത്മാവ് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു, വേറൊരു സ്ഥൂല ശരീരത്തിലേക്ക് പോകുന്നു. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ആത്മാവ് ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ആത്മാവിന് അടുത്ത ഒരു ജന്മം ലഭിക്കും. മനസ്സിലായോ? അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ജന്മത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജന്മം അടുത്ത ജന്മം ലഭിക്കും. അതെല്ലാം മോശം കാര്യങ്ങളാണ്, ചീത്ത കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ ഇപ്പോഴുള്ള ജന്മത്തെക്കാൾ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക്, അല്ലെ അതിനേക്കാൾ അധപ്പതിച്ച ഒരു ജന്മത്തിലേക്ക് ആ ഒരു ആത്മാവ് പോകും. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ശരീരവും മനസ്സും എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിന്റെ എന്താണ് ഈ ശരീരവും മനസ്സും? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആത്മാവിന് ഈ ശരീരവും മനസ്സും വേണ്ടത്? അല്ലെങ്കിൽ ആത്മാവ് എന്താണ് ചെയ്യുന്നത്? ആത്മാവിന്റെ ഒരു വാഹനം പോലെയാണ് ഈ ശരീരം. ഈ ശരീരത്തിലൂടെയാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. ആത്മാവ് ഭഗവാന്റെ ലോകത്തു നിന്നും ഈ ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ ആത്മാവിന്റെ ആത്മീയ ശരീരം ചെറിയ ബീജാവസ്ഥയിലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് ആത്മാവിന് ഈ ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഭൗതിക ശരീരം ആവശ്യമുണ്ട്. ഹരേ കൃഷ്ണ. അതെ, അപ്പം ഈ നമ്മുടെ ശരീരവും മനസ്സും എന്ന് പറയുന്നത് ആത്മാവിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. കാരണം ഒരു ആത്മാവിന് എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ ചെയ്യണമെങ്കിൽ ഈ ശരീരത്തിന്റെ ആവശ്യമുണ്ട്, എന്തെങ്കിലും മനസ്സിന്റെ ആവശ്യമുണ്ട്, അല്ലേ? ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഇപ്പൊ മനസ്സെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ് ഈ മനസ്സെന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ പോലെയാണ് ഈ മനസ്സെന്ന് പറയുന്നത്. പക്ഷെ ആ സോഫ്റ്റ്വെയർ ഈ ഒരു ഫോണിൽ ഇട്ട് കഴിയുമ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ അതേപോലെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ആ പർപ്പസ് നടക്കത്തില്ല, അല്ലേ? ഈ മൊബൈൽ ഫോണിലേക്ക് നമ്മൾ ആ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട്, അപ്പൊ ആ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ ആവശ്യമുണ്ട്. അതുപോലെയാണ് ഏതൊരു ഇൻസ്ട്രുമെന്റും. ഇപ്പോൾ കമ്പ്യൂട്ടർ എടുത്താലും അല്ലെങ്കിൽ വേറെ ഏതൊരു ഇൻസ്ട്രുമെന്റ് എടുത്താലും അതിലെല്ലാം ഉള്ള സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലേക്ക് ഇടണം. ഒരു കമ്പ്യൂട്ടറിലോ ഒരു മൊബൈൽ ഫോണിലോ ഏതെങ്കിലും അത് ഇട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ. അപ്പൊ അതേപോലെ നമുക്ക് ഇപ്പൊ ആത്മാവ് ആ സൂക്ഷ്മ ശരീരമായ മനസ്സിലും ബുദ്ധിയിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും
ഈ മനസ്സും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് ഈ ശരീരത്തിന്റെ ആവശ്യം. കാരണം ആത്മാവിന് എപ്പോഴും പല ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് എല്ലാം ആത്മാവിൽ നിന്നാണ്. അപ്പൊ ആഗ്രഹങ്ങൾ അതൊരു റിസൾട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് എന്തെങ്കിലും ആക്ഷൻ ചെയ്യണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ ഈ ശരീരത്തിന്റെ ആവശ്യമുണ്ട്. മനസ്സിന്റെ ആവശ്യമുണ്ട്, ബുദ്ധിയുടെ ആവശ്യമുണ്ട്, അതേപോലെ ശരീരത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ മനസ്സും ബുദ്ധിയും ഉണ്ടെങ്കിലും ഈ ശരീരത്തിലൂടെയാണ് ശരിക്കും ആ ആക്ഷൻസ് വരുന്നത്. ചിന്തകൾ മനസ്സിൽ നിന്ന് വരുന്നത്, തോട്ട്സ് മനസ്സിൽ നിന്ന്, മൈൻഡിൽ നിന്നാണ് വരുന്നത്, അല്ലേ? ഇനി ആ തോട്ട്സ് വരുന്ന ശരിക്കും അങ്ങനെ തോട്ട്സ് വരണമെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കണം, ഇന്റലിജൻസ് പ്രവർത്തിക്കണം. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് ഫൈനൽ അതിന്റെ ഒരു റിസൾട്ട് വരണമെങ്കിൽ അതിന്റെ ശരീരം വേണം. അപ്പൊ ആത്മാവ് ആഗ്രഹിക്കുന്നു, ബുദ്ധിയിലൂടെയും മനസ്സിലൂടെയും പ്രവർത്തിക്കുന്നു, എന്നിട്ട് അത് ശരിക്കും ഈ ശരീരത്തിലൂടെ അതിന്റെ ഒരു റിസൾട്ടായിട്ട് അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ട് വരുന്നു, അല്ലേ? നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യണമെന്ന് നമുക്ക് തോന്നും. നമുക്ക് നല്ല ബുദ്ധിയാണെങ്കിൽ, സദ്ബുദ്ധിയാണെങ്കിൽ നമുക്കൊരു നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നും. മനസ്സിലായി? അപ്പൊ ബുദ്ധി നല്ലതാണെങ്കിൽ മനസ്സിൽ വരുന്ന ചിന്തകൾ നല്ല കാര്യം ചെയ്യണമെന്നായിരിക്കും. അപ്പൊ അങ്ങനെ നല്ല ചിന്തകൾ വരുമ്പോൾ, മനസ്സിൽ നല്ല ചിന്തകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളായി. അതേസമയം നമ്മുടെ ബുദ്ധി നല്ലതല്ല എങ്കിൽ, ദുർബുദ്ധിയാണെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ മോശപ്പെട്ട ചിന്തകളായിരിക്കും, തെറ്റായ ചിന്തകളായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് ആ മനസ്സ് പറയുന്ന അനുസരിച്ചിട്ട് ഈ ശരീരം ചെയ്യുന്ന ആക്ഷൻസും പ്രവർത്തനങ്ങളും എല്ലാം ആ മോശപ്പെട്ട പ്രവൃത്തികളായിരിക്കും. മനസ്സിലായില്ല? അപ്പൊ ഏതൊരു കാര്യവും നമ്മളിപ്പോ ആഗ്രഹിച്ചത് കൊണ്ടായില്ല, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷെ യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടാകും. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡിസയർ, ആ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് ശരിക്കും അതൊരു ഇൻഹറന്റ് നേച്ചറാണ്. നമുക്ക് എപ്പോഴും എല്ലാവരിലും ഉള്ളൊരു ഒരു കാര്യമാണ് അത്, ആഗ്രഹം വരിക എന്നത്. അത് വരുന്നത് ആത്മാവിൽ നിന്നാണ്. അപ്പൊ അതനുസരിച്ചിട്ട് അത് ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹം നടക്കണമെങ്കിൽ അത് ശരീരത്തിലൂടെ പ്രവർത്തിക്കും. ഇനി ആഗ്രഹം ശരീരത്തിലൂടെ പ്രവർത്തിക്കുമ്പോഴും ആ ആഗ്രഹം പൂർണ്ണമായിട്ട് നടക്കണമെങ്കിൽ ശരിക്കും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടി വേണം, ഭഗവാന്റെ അനുമതി വേണം, ഭഗവാന്റെ പെർമിഷൻ വേണം. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചത് മാത്രം അതേപടി നടക്കണമെന്നില്ല. മനസ്സിലായല്ലേ? അപ്പൊ ഏതൊരു ആഗ്രഹം ഉണ്ടായാലും ബുദ്ധിയിലൂടെയും മനസ്സിലൂടെയും അത് പ്രവർത്തിച്ച് അത് ഒരു ഔട്ട്കം ആകണമെങ്കിൽ, ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ നമുക്ക് ഈ ശരീരത്തിന്റെ ആവശ്യമുണ്ട്. അപ്പം ശരീരവും മനസ്സെന്ന് പറയുന്നത് ആത്മാവിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഉപകരണങ്ങളാണ്. ഒരു മെഷീൻ പോലെയാണിത്. അതുകൊണ്ട് ആത്മാവില്ലെങ്കിൽ ഇതൊന്നും പ്രവർത്തിക്കത്തില്ല. അപ്പൊ ആത്മാവിന് ആ ആക്ഷൻ ചെയ്യാൻ വേണ്ടി ശരീരം വേണം. പക്ഷെ ആത്മാവില്ലെങ്കിൽ ഈ ശരീരം പ്രവർത്തിക്കത്തില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്, ഡെത്ത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി, പിന്നെ ആ ശരീരം കൊണ്ട് യാതൊരു പ്രയോജനമില്ല, ആ ശരീരത്തിന് ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? സോ എ ബോഡി വിത്തൗട്ട് സോൾ ഇസ് എ ഡെഡ് ബോഡി. ആത്മാവില്ലാത്ത ശരീരം ഒരു മൃതശരീരമാണ്, മൃതദേഹമാണ്. അപ്പൊ ശരിക്കും ആത്മാവ് ആ സൂക്ഷ്മ ശരീരത്തിലൂടെ ഈ സ്ഥൂല ശരീരത്തിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പല കാര്യങ്ങളും, ഇപ്പൊ നമ്മുടെ ഈ ശരീരം പ്രവർത്തിക്കുന്നത് ബ്രെയിനിലൂടെ ആണോ എന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ റിയൽ സയൻസ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ആക്ച്വൽ സയൻസ് എന്ന് പറയുന്നത് അത് ശരിക്കും ഈ വേദിക് സയൻസ് എന്ന് വരുന്നതാണ്. അവിടെയാണ് നമ്മൾ ആത്മാവിനെ കുറിച്ച് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നു. നമ്മുടെ മനസ്സിനെ കുറിച്ച് കുറച്ച് നമുക്കറിയാം, പിന്നെ ശരീരത്തിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. നമ്മളിപ്പോൾ സ്കൂളുകളിൽ ബയോളജി ഒക്കെ പഠിക്കുന്നത് കൂടുതലും നമ്മൾ ശരീരത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ഓരോ ഓർഗൻസിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ മൈൻഡ് ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ബ്രെയിനിലൂടെയാണ്, ബ്രെയിനിൽ പല സിഗ്നൽസ് വരുന്നു, അതനുസരിച്ചിട്ടാണ് ഈ ഒരു ശരീരം പ്രവർത്തിക്കുന്നത്, നമുക്കറിയാം ഓരോ ആക്ഷൻസ് വരുന്നത്. പക്ഷേ ഇതിന്റെ എല്ലാം ആ അൾട്ടിമേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് സോളാണ്, ആത്മാവ്. ആത്മാവിൽ നിന്നാണ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ശരിക്കും റിയൽ സയൻസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഹൗ വിൽ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ബോഡി? നമ്മുടെ ഈ ശരീരം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ആത്മാവിന്റെ ബേസിസിൽ,
നമുക്ക് അങ്ങനെ അതിനെ പഠിക്കാം. അപ്പൊ അതാണ് റിയൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. പിന്നെ തൽക്കാലം ഇത്രയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇവിടെ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഒരു കുറച്ച് സമയം നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഫർദറായിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗുരുജി, ഡൗട്ട് ചോദിച്ചു. ഹരേ കൃഷ്ണ. ചോദിച്ചു. ആത്മാവ് ഭാഗമാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ? കേട്ടില്ല ശരിക്കും. ഹരേ കൃഷ്ണ, ആത്മാവ് ശരീരത്തിന്റെ ഭാഗമാണോ? ആത്മാവ് ശരിക്കും ഒന്നിന്റെയും ഭാഗമല്ല. ആത്മാവ് ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ആത്മാവിന് ഇത് പല കവറിങ് പോലെയാണ്. പല പല ലേയേഴ്സ് ആണ് ശരിക്കും. അപ്പൊ ആത്മാവ് പക്ഷെ നമ്മുടെ ഈ സ്ഥൂല ശരീരം നശിക്കുമ്പോഴും ആത്മാവിന് ആ സൂക്ഷ്മ ശരീരം ഉപയോഗിച്ചിട്ട് സഞ്ചരിക്കാൻ പറ്റും. മനസ്സിലായോ? പക്ഷെ യഥാർത്ഥത്തിൽ ആ ആത്മാവ് ആത്മീയ ലോകത്തിൽ പോകുമ്പോൾ, ആ ഭഗവാന്റെ ലോകത്ത് പോകുമ്പോൾ ശരിക്കും ആ സൂക്ഷ്മ ശരീരവും ഇല്ല. മനസ്സിലായോ? അപ്പൊ ശരിക്കും ആത്മാവ് ഈ ശരീരത്തിന്റെ സൂക്ഷ്മ ശരീരത്തിന്റെയും ഭാഗമല്ല. പക്ഷെ സൂക്ഷ്മ ശരീരത്തിലൂടെ, സ്ഥൂലശരീരം ഇല്ലെങ്കിലും സൂക്ഷ്മ ശരീരത്തിലൂടെ ആത്മാവിന് സഞ്ചരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയാം നമ്മുടെ മനസ്സും ബുദ്ധിയൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷെ അത് അൾട്ടിമേറ്റ്ലി നമ്മൾ ആ ആത്മീയ ലോകത്ത് പോകുമ്പോൾ, ഭഗവാന്റെ ലോകത്ത്, ആ ഗോലോക പ്രധാനത്തിൽ പോകുമ്പോൾ അവിടെ ശരിക്കും ആ ഒരു എന്താണ് ആ സൂക്ഷ്മ ശരീരം കൂടി ഉപേക്ഷിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. മനസ്സിലായി? അതൊരു പോയിന്റ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ ഈ സൂക്ഷ്മ ശരീരം കൂടി ഉപേക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ പിന്നെ ഒരു ആത്മീയ ശരീരമാണ്. അത് ഡിഫറെന്റ് ആണ്, ആത്മീയമായിട്ടുള്ള ശരീരം. അപ്പൊ നമുക്ക് ആത്മാവ് ഒന്നിന്റെയും ഭാഗമാണെന്ന് നമുക്ക് പറയാറില്ല. ആത്മാവ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആത്മാവ് ആത്മീയമാണ്. പക്ഷെ നമ്മുടെ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും രണ്ടും ഭൗതികമാണ്. മനസ്സിലായില്ലേ? പക്ഷെ സ്ഥൂല ശരീരം ഇല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കാൻ ആത്മാവിന് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഹരേ കൃഷ്ണ. ക്ലിയർ ആയി ഗുരുജി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻസ്, ഡിസ്കഷൻ, എന്തെങ്കിലും പോയിന്റ്സ് ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയാം ഇതിനെക്കുറിച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ ഓരോ ജന്മങ്ങളും ഈ സൂക്ഷ്മ ശരീരം ഓരോ അതേ സൂക്ഷ്മ ശരീരം തന്നെയാണോ കിട്ടുന്നത്? മനസ്സും ബുദ്ധിയൊക്കെ? അതെ, അത് ഏകദേശം ഒരേപോലെയാണ്. കാരണം പറയുന്നത് എല്ലാവരുടെയും മനസ്സും ബുദ്ധിയൊക്കെ ഏകദേശം ഒരേപോലെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ആത്മാവിന്റെ ആഗ്രഹങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ആത്മാവിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് മനസ്സും ബുദ്ധിയും ഓരോരോ സമയത്ത് ഡിഫറെന്റ് രീതിയിൽ പ്രവർത്തിക്കും. ഇപ്പൊ നമ്മുടെ കാര്യത്തിൽ നമുക്കറിയാം അല്ലെ, നമ്മൾ ചില സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളായിരിക്കും, ചില സമയത്ത് അത്ര നല്ല ചിന്തകളായിരിക്കില്ല. അപ്പൊ അത് ശരിക്കും നമ്മൾ ഈ ഒരു ലോകത്ത്, അതായത് കൂടുതലും ഈ ഒരു ഭൗതിക ലോകത്തിൽ വരുമ്പോൾ ഈ ഭൗതിക ലോകമായിട്ടുള്ള ആ ഒരു എന്താണ് ഒരു കണക്ഷൻ കാരണമാണ് സംഭവിക്കുന്നത്. അപ്പൊ മനസ്സ് നേരത്തെ മുതലേ ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഇതുവരെ ചെയ്ത പല ജന്മങ്ങളിലായിട്ട് ചെയ്ത കാര്യങ്ങള് മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ മനസ്സ് മുമ്പും ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഓരോ ജന്മത്തിൽ ചെയ്യുന്നതനുസരിച്ചിട്ട് ആ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും അതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഹരേ കൃഷ്ണ? മനസ്സിലാവും. അതുകൊണ്ടാണ് നമുക്ക് അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ
ഈ ഈ മനസ്സിലൊക്കെ ഈ പഴയ കാര്യങ്ങൾ അതനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും ഈ ജന്മത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്, അത് നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായി? അതനുസരിച്ചിട്ടാണ് ഉള്ളിന്റെ ഉള്ളില്, അതായത് സൂക്ഷ്മ ശരീരത്തില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഗാലറി പോലെയാണ് ഈ മൊബൈൽ ഫോൺ. നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അതിൻ്റെ അകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗാലറിയിൽ സേവ് ചെയ്ത് കിടക്കുന്ന പോലെ അങ്ങനെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യം എന്ന് പറയുന്നത്. ഒരു ഗാലറി പോലെയാണ്. അപ്പൊ മനസ്സിലെ എല്ലാം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. പഴയ ജന്മങ്ങളിൽ ചെയ്ത ഓരോ സമയത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. എന്നിട്ട് അത് ഏതെങ്കിലുമൊക്കെ സമയത്ത് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനെക്കുറിച്ച്. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്കത് ചെയ്യേണ്ടി വരും. നമ്മൾ ചെയ്യാനായിട്ട് മനസ്സ് ഫോഴ്സ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് മനസ്സിനെ നമ്മൾ നല്ല ചിന്തകൾ കൊണ്ട് മാത്രം നിറയ്ക്കുമ്പോൾ അത് ചിന്തകൾ നല്ലതാണ്. ഇപ്പം നമ്മുടെ മനസ്സ് മേ ബി നമ്മൾ ചെയ്ത പഴയ ജന്മങ്ങളിലൊക്കെ ചെയ്ത ആ കർമ്മങ്ങൾ അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ മനസ്സിലുള്ള ആ മോശം ചിന്തകളൊക്കെ മാറി നല്ല ചിന്തകൾ വരും. മനസ്സിലായി? ദുഷിച്ച ചിന്തകളൊക്കെ മാറിയിട്ട് ആ സച്ചിന്തകൾ മനസ്സിൽ വരും. അതായത് ശരിക്കും ആത്മാവ് പറയുന്ന പോലെയാണ് മനസ്സ് ആക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിരിക്കുമ്പോൾ മനസ്സ് പറയുന്നതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്ന് പറയുന്നത് ആത്മാവ്. അപ്പൊ മനസ്സ് പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ശരിക്കും ആത്മാവാണ്, അതായത് നമ്മളാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളായിരിക്കും, തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയില്ല. മനസ്സിലായില്ല? അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിനെ നിയന്ത്രിക്കണം. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മളിപ്പോ അതിന്റെ മനസ്സ് പറയുന്ന പോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ? മനസ്സിൽ അത് ചെയ്യണം, അത് കാണണം തോന്നും, അത് കാണും. പക്ഷെ അത് കാണുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ എന്താണ്? അത് ആത്മീയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മനസ്സിലായില്ല? ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്തകൾ ഉണ്ടാകുമ്പോഴും അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാത്തരത്തിലും കാര്യം നമ്മൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ മനസ്സിനെ അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങളാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അത് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ മനസ്സിനെ അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പൊ മനസ്സ് എപ്പോഴും ഉണ്ട്. പിന്നെ എല്ലാവരുടെയും മനസ്സും ബുദ്ധിയൊക്കെ ഏകദേശം ഒരേപോലെയാണ്. പക്ഷെ ഈ ഭൗതിക ലോകത്ത് വരുമ്പോൾ ആ ഭൗതിക ശരീരം കിട്ടുമ്പോഴാണ് ഇതെല്ലാം മാറുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ ശരീരമാണ് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ചിന്തകൾ ഇതെല്ലാം മാറുന്നത്. കാരണം നമ്മൾ ശരീരത്തിന് വേണ്ടി ചെയ്യണം നമ്മൾ ചിന്തിക്കുന്നു. മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. മാതാജി. എല്ലാരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ ക്ലാസ്സില്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തില്ല. ഇനിയിപ്പോ ഇന്ന് കുറച്ച് ലേറ്റ് ആയില്ലേ, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിങ്ങളുടെ ക്ലാസ് ബേസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നുമില്ലെങ്കിൽ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനോ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവരും ഒരു കോർഡിനേറ്റേഴ്സ്, നമ്മുടെ
ട്യൂട്ടേഴ്സ് അവരവരുടെ കുട്ടികൾ എത്രമാത്രം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും ട്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, ട്യൂട്ടേഴ്സ് ഈ ക്ലാസ്സിൽ എടുത്തത് മുമ്പ് എടുത്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്തേ ഉള്ളൂ. ട്യൂട്ടേഴ്സ് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എന്താണെന്ന് കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ കുട്ടികളെ. എന്നിട്ട് അതിൻ്റെ അവരുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കൂ എന്താണെന്ന്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശരീരവും മനസ്സും എന്താണെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ ആ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും കൂടെ അത് നോക്കണം. അത് മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്ത് നോക്കണം. അപ്പോഴങ്ങനെ ചെയ്യൂ കേട്ടോ. അപ്പം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ എന്നാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.